ഈ ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരുടെ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മറ്റുള്ളവരുടെ ഒപ്പീനിയനും അപ്രൂവലിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഇവർക്ക് സെൽഫായിട്ട് ഒരു കാര്യം ഡിസൈഡ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ആരെങ്കിലുമൊക്കെ ആശ്രയിച്ചുകൊണ്ടേയിരിക്കണം. അതേപോലെ ഇവരൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇൻ കേസ് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയാൽ ഉടനെ തന്നെ ഇവർ അടുത്ത റിലേഷൻഷിപ്പിൽ എൻഗേജ്ഡ് ആവും. കാരണം എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇവരൊരു റിലേഷൻഷിപ്പിലായതിനു ശേഷം ആ പാർട്ട്ണറെ ആയിരിക്കും ഇവർ കൂടുതലും ആശ്രയിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവർക്ക് അടുത്തൊരു റിലേഷൻഷിപ്പിൽ പോയില്ല എന്നുണ്ടെങ്കിൽ സർവൈവൽസ് കുറവായിരിക്കും. ഒന്നുമില്ലെങ്കിൽ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പോ ഇവർക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ് ഇവർ മറ്റുള്ളവർ ഇത്രയധികം ജീവിതത്തിൽ ഡിപ്പെൻഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ സെൽഫ് കോൺഫിഡൻസ്. അതായത് അവരുടെ കഴിവിൽ അവർക്ക് ഒട്ടും തന്നെ വിശ്വാസം ഉണ്ടാവില്ല. ഞാനിത് ചെയ്താൽ ശരിയാവില്ല എന്ന് തോട്ട് കാരണം കൊണ്ട് മറ്റൊരാളെ എപ്പോഴും ആശ്രയിക്കേണ്ടി വരും. അതേപോലെ തന്നെ ഫിയർ ഓഫ് ബീങ് എലോൺ. ഞാൻ ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോവുമോ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുമോ, ഈ ഒരു തോട്ട്